ഏവർക്കും വിസ്ഡം ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ NDA മാത്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിചയപ്പെടാം. കൺസിഡർ ദ ഫോളോയിങ് ഫോർ ദ നെക്സ്റ്റ് 2 items that follows. Consider the integral x tan inverse x dx is equal to a into x square plus 1 into tan inverse x plus bx plus c, where c is the constant of integration. എന്നിട്ട് രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒന്നിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വാല്യൂ എ കണ്ടുപിടിക്കണം, ഒന്നിൽ വാല്യൂ ബി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കണക്ക് ചെയ്ത് എന്താണ് എയും ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് എയും ബിയും കിട്ടും. അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ആദ്യം എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. അപ്പം നമ്മൾ രണ്ട് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ഫോമിൽ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്ന ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താണ്? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഐലേറ്റ് എന്ന ഫോമിലായിരിക്കണം. എന്താണ് ഐലേറ്റ്? ആദ്യത്തെ ഫംഗ്ഷൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ് ഫസ്റ്റ് പ്രിഫറൻസ്. പിന്നെ ഏതാണ്? ലോഗരിതമിക് ഫംഗ്ഷൻ, പിന്നെ ആൾജിബ്ര ഫംഗ്ഷൻ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അതാണ് ഐലേറ്റ് കൊണ്ട് പറയുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ആൾജിബ്ര ഫംഗ്ഷൻ ആദ്യവും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഇൻവേഴ്സ് ഫംഗ്ഷൻ രണ്ടാമതുമാണ്. അപ്പോൾ നമ്മൾ ഐലേറ്റ് ഫോമിൽ ഇത് എഴുതുമ്പോൾ ഇതെങ്ങനെ എഴുതാം? ഇതിനെ തിരിച്ചെഴുതാം. എങ്ങനെ? ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ്. ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ ഏതാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണ്? ആൾജിബ്രൈക് ഫംഗ്ഷൻ. ഇനി നമ്മളെന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ? അപ്പോൾ യു ഇൻറ്റു പി ഡി എക്സ് എന്നാണെങ്കിൽ എന്താണ് നമ്മുടെ ഫോർമുല പറയുന്നത്? ബൈ പാർട്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ് ഹോൾ ഡി എക്സ്. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണ്? എക്സ് ആണ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, എക്സ് സ്ക്വയർ ബൈ 2. ക്ലിയർ? മൈനസ് ഫോർമുല പറയുന്നത് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ്? എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി എക്സ്. ദെൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 മൈനസ് ഈ 2 നമുക്ക് പുറത്ത് കോമണായിട്ട് എടുക്കാം. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. അപ്പം നമുക്ക് ഇതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഭാഗം നമുക്ക് അതുപോലെ എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2 മൈനസ് 1/2 ഇൻറ്റു ഇനി നമുക്ക് എന്താണ്? ഇതിന് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയറിൻ്റെ കൂടെ +1 കൂട്ടും. എന്തുകൊണ്ടാണ്? ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ + 1 വന്നതുകൊണ്ട്. കൂട്ടാൻ പാടുണ്ടോ? കൂട്ടാൻ പാടില്ല. അതുകൊണ്ട് കുറച്ചു. ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ +1 ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രൽ ഉണ്ടല്ലോ ഇവിടെ, ഇൻ്റഗ്രൽ ഉണ്ട്. ഓക്കെ. ദെൻ ഇതെന്താണ്? ഇതിൻ്റെ ഫംഗ്ഷൻ. ഇനി നമ്മളിതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് എങ്ങനെ എഴുതും? എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 2
minus 1/2 into x square plus 1 whole divided by x square plus 1 minus 1 divided by x square plus 1 into dx. അപ്പോൾ ഇതെന്താവും? ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും, 1 ആവും. ഇതെന്താ? 1/x² പ്ലസ് 1. 1/x² പ്ലസ് 1 നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. x² tan inverse x ഡിവൈഡഡ് ബൈ 2 മൈനസ് 1/2 ഇൻറ്റു, ഇവിടെ 1 ആകുമ്പോൾ 1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ആണ്. മൈനസ് 1/x² പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? 1/x² പ്ലസ് 1 ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്, ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അതുകൊണ്ട് 1/x² പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് അടുത്ത പേജോട്ട് എഴുതാം. എന്താണ്? x² ടാൻ ഇൻവേഴ്സ് x² ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 2 മൈനസ് 1/2 അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/x/2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് x/2 again മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ടാൻ ഇൻവേഴ്സ് x/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് x/2 പ്ലസ് സി. നമുക്ക് തന്നിരിക്കുന്ന ഏത് ഫോമിലാണ് തന്നിരിക്കുന്നത്? a ഇൻറ്റു x² പ്ലസ് 1 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടിൽ നിന്നും ഏത് കോമൺ എടുക്കാം? ടാൻ ഇൻവേഴ്സ് x/2 കോമൺ എടുക്കാം, ടാൻ ഇൻവേഴ്സ് x/2 കോമൺ എടുക്കാം. ബാക്കി ആദ്യത്തെ ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് x/2 പുറത്ത് പോകുമ്പോൾ ബാക്കി ഇവിടെ എന്തോ ഉണ്ട്? x² ഉണ്ട്, ഇവിടെ പ്ലസ് 1 ഉണ്ട്, മൈനസ് x/2 പ്ലസ് സി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഇൻ്റഗ്രൽ a ഇൻറ്റു x² പ്ലസ് 1 ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് bx പ്ലസ് 2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ x² പ്ലസ് 1 ഉണ്ട്, ടാൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്. അപ്പോൾ a ഈസ് ഈക്വൽ ടു x² പ്ലസ് 1 എന്ന് കിട്ടും. a ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? 1/2 ആണ്. a ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. എന്താണ് b ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? മൈനസ് x/2 അവർ തന്നിരിക്കുന്ന ടേംസ് പ്ലസ് bx ആണ്. അപ്പോൾ എന്താണ്? x ഈസ് ഈക്വൽ ടു മൈനസ് 1/2. അപ്പോൾ a ഈസ് ഈക്വൽ ടു 1/2, b ഈസ് ഈക്വൽ ടു മൈനസ് 1/2. നമുക്ക് ഓപ്ഷൻ നോക്കാം. എയുടെ വാല്യൂ 1/2, ബിയുടെ വാല്യൂ മൈനസ് 1/2. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. നന്ദി, നമസ്കാരം.